നമ്മൾ റബ്ബിൻ്റെ ഇൽമുണ്ടല്ലോ, നമ്മൾ പഠിച്ച ഇൽമൊക്കെ ഉണ്ടല്ലോ, അള്ളാഹിൻ്റെ ഇൽമ നമ്മൾ കുറേ പഠിക്കണ്ടല്ലോ. മൂല്യന്മാരായി കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹിൻ്റെ മാർഗത്തിലാണല്ലോ പഠിക്കണത്. അള്ളാഹിൻ്റെ ഇൽമ് പഠിക്കണം നമ്മൾ. അത് നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. അത് എഴുത്തായിട്ടും പ്രസംഗമായിട്ടും വയലായിട്ടും പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് അങ്ങനെ ഏത് മാർഗത്തിലാണോ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമോ റബ്ബിൻ്റെ ഇൽമ് പ്രചരിപ്പിക്കാൻ, ആ മാർഗങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കണം. അല്ലാതെ പഠിച്ചു കഴിഞ്ഞിട്ട് അത് മൂടാൻ പാടില്ല. ചിലരുണ്ടല്ലോ പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു ഓഫിലായിട്ട് എല്ലാം കിതാബൊക്കെ മൂടിയിട്ട് നടക്കുക, അത് ചെയ്യാൻ പാടില്ല. അത് ഞാൻ ഒരു കഥ പറഞ്ഞിട്ട് നിങ്ങൾക്ക്. മഹാനായ അസ്നുൽ ഖിൻത്വരി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പിന്നെ വലിയ പണ്ഡിതനാണ്. അതെന്തായി പഠിച്ച ഇൽമും കിതാബൊക്കെ എന്തായിട്ട് ഒന്നായിട്ട് കുഴിച്ചു മൂടി. എന്നിട്ട് മൂപ്പരെന്താക്കി ഈ ഫുള്ള് ഇബാദത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിക്കാൻ തുടങ്ങി. ഇബാദത്ത് കാരണം മൂപ്പർക്ക് നന്നാണ്. മൂപ്പരെന്താണ് ഇബാദത്ത് ഫുൾ ടൈം ഇബാദത്തും കാര്യങ്ങളായിട്ട് ജീവിക്കാൻ തുടങ്ങി. എന്ത് ഒഴിവാക്കി? കിതാബ് എഴുതലും പ്രസംഗികളൊക്കെ ഒഴിവാക്കി. കാരണം ഒന്നായിട്ട് മൂപ്പര് പോയി ചോദിക്കുക. അങ്ങനെ ഒരു പ്രാവശ്യം മൂപ്പരുണ്ട് സ്വപ്നത്തിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിനെ സ്വപ്നം കാണുന്നു. ആരെ? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ പേര് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണ്ടേ? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണാണ്. അപ്പോൾ റസൂലുള്ള ഒരു മിമ്പറിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഏത് രൂപത്തിലൊക്കെ റസൂലുള്ളാഹിനെ കാണുന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മിമ്പറിന്റെ മേലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആര്? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മിമ്പറിന്റെ മേലെ ഇരിക്കുന്നുണ്ട്. ആ ഇരിക്കുന്ന സമയത്ത് മുത്തുനബിൻ്റെ കയ്യിൽ ഒരുപാട് പേനകളുണ്ട്. നല്ല സുഗന്ധമുള്ള പേനകൾ ഒരുപാടുണ്ട്. അപ്പോൾ മുത്തുനബിയോട് ഈ അസ്നുൽ ഖിൻത്വരി റളിയല്ലാഹു അൻഹു ചോദിച്ചു, എനിക്കൊരു പേന തരുമോ നബിയെ? റസൂലുള്ളാഹി തങ്ങൾ എല്ലാവർക്കും പേന ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. റസൂലുള്ളാഹി മിമ്പറിൽ നിന്നിട്ട് എല്ലാവർക്കും ഇങ്ങനെ പേന കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൂപ്പര് എന്ത് ചോദിച്ചു? അസ്നുൽ ഖിൻത്വരി റളിയല്ലാഹു അൻഹു സ്വപ്നത്തിലാട്ടോ അത് ചോദിച്ച്, എനിക്കൊരു പേന തരുമോ എന്ന് ചോദിച്ചു. ആരോട് ചോദിച്ചേ? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങോട്ട് ചോദിച്ചു. അപ്പം മുത്തുനബി തിരിച്ചു ചോദിച്ചു, എൻ്റെ ഇൽമുകളൊക്കെ കുഴിച്ചു മൂടി നിങ്ങൾക്ക് ഞാനിങ്ങനെ പേന തരാനാണ്? എൻ്റെ ഇൽമുണ്ടല്ലോ, ആ ഇൽമുകളൊക്കെ കുഴിച്ചു മൂടിയില്ല നിങ്ങൾ. കാരണം മൂപ്പര് കിതാബൊക്കെ കൊന്തായിട്ട് കുഴിച്ചു മൂടിയത്. അങ്ങനത്തെ നിങ്ങൾക്ക് ഞാനെങ്ങനെ പേന തരുന്നു? മനസ്സിലായി? അപ്പം മൂപ്പര് നെട്ടി എണീറ്റിട്ട് പിന്നീട് ഫുൾ ടൈം എന്തായി ഇതിൽ ഇൽമ് രചിക്കാനും അതോ കിതാബ് എഴുതാനും പ്രസംഗിക്കാനും വഴന്നു പറയാനൊക്കെ തുടങ്ങി. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് എന്താകാൻ പാടില്ല. അൽഹംദുലില്ലാ റഹ്മത്തുള്ളാഹി എന്ന് പറയും. ഒരാൾ സുമ്മിച്ച് കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പറയാൻ പിന്നെ ഒരാൾ റഹ്മത്തുള്ളാഹി പറയണ്ടേ? തുമ്മിക്കഴിഞ്ഞാൽ ഒരാൾ അൽഹംദുലില്ലാ പറയാണ്. ഞാൻ അൽഹംദുലില്ലാ പറഞ്ഞല്ലോ, അത് കേട്ടാൽ നിങ്ങൾ എന്താ പറയണ്ടേ? റഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയണ്ടേ? യഹ്ദീകുമുല്ലാഹു വയുസ്ലിഹു ബാലക്കും. അതുകൊണ്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പറഞ്ഞു? ഇങ്ങനെ കുഴിച്ചുമൂടിയില്ലേ? അതുകൊണ്ടില്ല. അതിന് ശേഷം പിന്നെ എന്തായി? മൂപ്പര് വീണ്ടും എഴുത്തും കിതാബ് എഴുതാനും വയലു പറയാനൊക്കെ തുടങ്ങി. അതാണ് പറഞ്ഞത് അള്ളാഹിൻ്റെ ഇൽമ് എന്താകാൻ പാടില്ല, ഒരിക്കലും കളയാൻ പാടില്ല. നമ്മളതിൽ പറഞ്ഞ് മറ്റുള്ളവർക്ക് ഇങ്ങനെ പകർന്നുകൊണ്ടിരിക്കുക, എല്ലാവർക്കും നമ്മൾ എത്തിച്ചു ഇങ്ങനെ കൊടുക്കുക. അത് ചിലപ്പോൾ എന്താകാൻ പാടില്ല, എന്താകണമെന്നില്ല. നമ്മൾ വലിയ ഖതീബാകണമെന്ന് വലിയ പിന്നെ വാഴാകണമെന്നില്ല. നമുക്ക് കഴിയണതാക്കുക, ആളുകളെ കൊണ്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, ദീൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖിയായ ഉഖറവിയായ പണ്ഡിതന്മാരിൽ ഇങ്ങളെ നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.